പോത്തൻകോട് ചെറിയ സംഭവങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. തിരുവനന്തപുരത്ത് പോത്തൻകോട് ചെറിയ സംഘർഷം ഉണ്ടായെന്ന് അറിയുന്നു. UDF പ്രവർത്തകന് വാഹനത്തിൽ നിന്ന് വീണ് പരിക്കേറ്റു എന്നൊക്കെയുള്ള വിവരങ്ങളുണ്ട്. ചെറിയ സംഘർഷം കൊട്ടിക്കലാശവുമായി ബന്ധപ്പെട്ട പലയിടങ്ങളിൽ നിന്നും അത്തരത്തിലുള്ള ചെറിയ ഉന്തും തള്ളും സംഘർഷ വാർത്തകളൊക്കെ വരാറുള്ളതാണ്. പോത്തൻകോടാണ് ഇപ്പോൾ സംഭവം. പോലീസ് ഇടപെട്ടു എന്ന് ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നു. എന്താണ് സംഭവിച്ചത് എന്നത് അറിയേണ്ടതുണ്ട്. കൊട്ടിക്കലാശവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളാണ് ഉണ്ടായിരിക്കുന്നത്. പലയിടങ്ങളിലും അത്തരത്തിൽ സ്ഥലത്തിന്റെ കാര്യത്തിലും അവർ നിൽക്കുന്ന സ്ഥലം, ഇല്ലെങ്കിൽ ശബ്ദം, ഇല്ലെങ്കിൽ പ്രവർത്തകരുടെ പ്രകോപിപ്പിക്കൽ, അങ്ങനെ പല പല കാരണങ്ങൾ കൊണ്ട് കൊട്ടിക്കലാശ ദിവസമൊക്കെ ചില സംഘർഷങ്ങൾ ഉണ്ടാകും. ഇതിപ്പോൾ പോത്തൻകോട് എന്താണ് സംഭവിച്ചത് എന്നത് അറിയേണ്ടതുണ്ട്. തിരുവനന്തപുരത്തെ പോത്തൻകോടാണ് ചെറിയ സംഘർഷം ഉണ്ടായതായി വാർത്തകൾ വരുന്നത്. ആ ദൃശ്യങ്ങളാണ് കാണുന്നത്. പോലീസ് എത്തി അവിടെ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. അവരെ മാറ്റിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. വലിയ പ്രശ്നത്തിലേക്ക് കാര്യങ്ങൾ കടന്നിട്ടില്ല എന്നും മനസ്സിലാക്കുന്നുണ്ട്. ചെറിയ വാക്കുതർക്കത്തിൽ കാര്യങ്ങൾ തീർന്നു എന്ന് മനസ്സിലാക്കുന്നു. പക്ഷേ സ്ഥാനാർത്ഥിയുടെ വാഹനത്തിൽ നിന്നൊരു പ്രവർത്തകൻ വീണിട്ടുണ്ട്, കോൺഗ്രസ് പ്രവർത്തകൻ വീണു എന്നൊക്കെയുള്ള വാർത്തകളും വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും കൊട്ടിക്കലാശത്തിന് ഇനി മിനിറ്റുകൾ മാത്രമാണ്, 10-20 മിനിറ്റ് മാത്രമേ ബാക്കിയുള്ളൂ. അവസാന വട്ട പ്രചാരണത്തിലേക്ക്, അല്ലെങ്കിൽ അതിന്റെ കലാശക്കൊട്ടിലേക്ക് കടന്നിരിക്കുന്നു മുന്നണികൾ. എല്ലാ രീതിയിലും വോട്ട് അഭ്യർത്ഥിച്ചു കഴിഞ്ഞു. 20 ദിവസം നീണ്ട വോട്ട് അഭ്യർത്ഥനയ്ക്ക് ഇന്ന് സമാപനമാവുകയാണ്. നാളെ നിശബ്ദ പ്രചാരണമാണ്. സനിസ ശോഭാചന്ദ്രൻ ചേരുന്നുണ്ട്. സനിസ, തിരുവനന്തപുരത്ത് മറ്റെവിടെയും വലിയ പ്രശ്നമൊന്നും കേൾക്കുന്നില്ല. പോത്തൻകോട് എന്തോ ചെറിയ പ്രശ്നം ഉണ്ടായെന്ന് അറിയുന്നു. വലിയ സീരിയസ് ഇഷ്യൂ ആണോ? പോലീസ് ഇടപെട്ടു. എന്താണ് സംഭവിച്ചത്? തിരുവനന്തപുരത്ത് മറ്റെവിടെയും ഇത്തരം സംഘർഷങ്ങൾ റിപ്പോർട്ട് ചെയ്തില്ല. പോത്തൻകോട് ജംഗ്ഷനിൽ 3 മുന്നണികളും ഈ കലാശക്കൊട്ട് വളരെ സജീവമായിട്ട് തന്നെ കലാശക്കൊട്ട് പൊട്ടിക്കയറുന്ന ഒരു സാഹചര്യം ഇടയിലാണ് കലാശക്കൊട്ടിനിടയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ വാഹനത്തിന് മുകളിൽ നിന്ന് ഒരു പ്രവർത്തകൻ താഴേക്ക് വീണത്. അദ്ദേഹത്തിന് വലിയ പരിക്കുകളൊന്നും സംഭവിച്ചിട്ടില്ല. പ്രാഥമിക കേന്ദ്രത്തിൽ മാറ്റി അധികം പരിക്കുകളൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ അവരെ പേടിക്കേണ്ട ഒരു സാഹചര്യമില്ല. കൂടാതെ തന്നെ ഈ കലാശക്കൊട്ടിനിടയിൽ ഈ പോത്തൻകോട് ജംഗ്ഷനിൽ 3 മുന്നണികളും കൂടിച്ചേർന്ന് അവരെ കലാശക്കൊട്ട് സജീവമായി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമായിരുന്നു. എന്നാൽ ഇതിനിടയിൽ കോൺഗ്രസും CPM-ഉം തമ്മിൽ ചെറിയൊരു സംഘർഷം ഉണ്ടാവുകയും പോലീസ് അപ്പോൾ തന്നെ ഇടപെട്ട് അതിന് ഒരു പ്രശ്നപരിഹാരം കണ്ടെത്തുകയുമായിരുന്നു. സാധാരണഗതിയിൽ 3 മുന്നണികളും ഒരേ സ്ഥലത്ത് നിന്ന് കലാശക്കൊട്ട് സജീവമാവുന്ന ഒരു സാഹചര്യത്തിൽ ഉണ്ടാവുന്ന ഉന്തും തള്ളുമാണ് ഉണ്ടായത്. എന്നാൽ ഇപ്പോൾ ആ ഒരു സംഘർഷ സാഹചര്യമില്ല തന്നെയാണ്. ശരി സനിസ, വലിയ സംഘർഷമൊന്നുമില്ല. അവിടെ ചെറിയ ഒന്നും തള്ളും മാത്രമാണ്, ചെറിയ വാക്കുതർക്കം മാത്രമാണ് ഉണ്ടായിരിക്കുന്നത്. പോത്തൻകോട് അവിടെ നിന്ന് മാത്രമാണ് അത്തരത്തിലൊരു റിപ്പോർട്ടും വരുന്നത്. മറ്റെല്ലായിടത്തും സമാധാനപരമാണ് കൊട്ടിക്കലാശം എന്ന് മനസ്സിലാക്കുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അതുമായി ബന്ധപ്പെട്ടുള്ള നിർദ്ദേശങ്ങൾ നേരത്തെ തന്നെ നൽകിയതാണ്. അത്തരത്തിൽ സുരക്ഷകളും വർദ്ധിപ്പിച്ചതാണ്. പല ഇടങ്ങളിലും സാധ്യതയുള്ള സ്ഥലങ്ങളിലെല്ലാം സുരക്ഷ വർദ്ധിപ്പിച്ചതായും മനസ്സിലാക്കുന്നു. പോത്തൻകോട് ചെറിയ വാക്കുതർക്കത്തിൽ നിന്നുണ്ടായ സംഘർഷമാണ്. അത് അവസാനിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. പോലീസിന്റെ ഇടപെടലിലൂടെ അത് പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെട്ടു എന്ന് മനസ്സിലാക്കുന്നു. മറ്റിടങ്ങളിലെ കാഴ്ചകൾ കൂടിയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. വലിയ നേരത്തെ പറഞ്ഞതുപോലെ ത്രികോണ മത്സരം നടക്കുന്ന സ്ഥലമാണ് തിരുവനന്തപുരത്തിന്റെ ആവേശ കാഴ്ചകളാണ്. 3 മുന്നണികളും ഒരുപോലെ മത്സരിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. എറണാകുളത്തേക്ക് വരികയാണെങ്കിൽ എറണാകുളത്ത് പതിവ് രീതി നമുക്കറിയാം, രാഷ്ട്രീയമായിട്ട് എങ്ങനെ നിൽക്കുന്ന ജില്ലയാണ് എന്ന് നമുക്കറിയാം. പക്ഷേ തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ അവിടെ മേൽക്കൈ LDF-ന് തന്നെയാണ്. അത് ഇത്തവണ മാറ്റിമറിക്കുമോ? LDF സീറ്റുകൾ നിലനിർത്താൻ എന്തൊക്കെ ചെയ്യുന്നുണ്ട്, ഒപ്പം തന്നെ UDF-ന്റെ പ്രവർത്തനം എങ്ങനെയായിരുന്നു, എവിടെയൊക്കെ തിരിച്ചു പിടിക്കാമെന്നുള്ള ഉദ്ദേശമാണ്. NDA എത്രത്തോളം ശക്തി പ്രാപിച്ചിട്ടുണ്ട് എറണാകുളം ജില്ലയിൽ എന്നൊക്കെയുള്ളത് ഈ തദ്ദേശ തെരഞ്ഞെടുപ്പോടുകൂടി തന്നെ ആ ചിത്രം വ്യക്തമാവുന്നതാണ്. എല്ലാ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങളും പൂർത്തിയാക്കിയിരിക്കുന്നു മുന്നണികൾ എന്നുള്ളതാണ്. അവസാന നിമിഷങ്ങളിലേക്ക് കടക്കുമ്പോൾ വോട്ടഭ്യർത്ഥന, 20 ദിവസം നീണ്ട വോട്ടഭ്യർത്ഥനയുടെ ഏറ്റവും ആഘോഷമാക്കുകയാണ് ഇത്രയും ദിവസങ്ങളെ. ഒപ്പം തന്നെ എങ്ങനെയൊക്കെ ജനങ്ങളെ കയ്യിലെടുക്കാമോ ആ രീതിയിലെല്ലാം കയ്യിലെടുത്തുകൊണ്ടുള്ള കൊട്ടിക്കലാശത്തിലേക്കാണ് എറണാകുളത്തും മുന്നണികൾ കടന്നിരിക്കുന്നത്. ലിഡിയ ജേക്കബ് ചേരുന്നുണ്ട്. ലിഡിയ അല്ല, നിതിനാണ് ചേരുന്നത്. നിതിൻ, എത്രത്തോളം ആവശ്യമുണ്ട് എറണാകുളത്ത്? തീർച്ചയായും വലിയ ആവേശത്തിലാണ് എറണാകുളത്ത്. കൊട്ടിക്കലാശം അതിൻ്റെ അവസാന നിമിഷങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ പാർട്ടികളും ഇവിടെ UDF ആണെങ്കിലും LDF ആണെങ്കിലും NDA ആണെങ്കിലും എല്ലാ പാർട്ടികളും തന്നെ വലിയ ആവേശത്തിലാണ്. സ്ഥാനാർത്ഥികളും ഈ അണികളുമൊക്കെ തന്നെ ഈ കൊട്ടിക്കലാശത്തിൽ, പ്രത്യേകിച്ച് പ്രചാരണത്തിൻ്റെ അവസാന നിമിഷങ്ങളിൽ പരമാവധി ആളുകളിലേക്ക് എത്തുക എന്നത് തന്നെയാണ് ഇവരുടെയൊക്കെ ലക്ഷ്യം. ഏതായാലും ഇവിടെ കൊച്ചി കോർപ്പറേഷൻ 22ാം വാർഡിലെ സ്ഥാനാർത്ഥി ആൽബർട്ട് നമുക്കൊപ്പം ചേരുന്നുണ്ട്. എത്രത്തോളമാണ് അവസാന നിമിഷങ്ങളിലേക്ക് എത്തുമ്പോൾ എങ്ങനെയാണ് പ്രചാരണത്തിൽ? വലിയൊരു ആവശ്യത്തിലാണ്, എല്ലാവരും തന്നെ വലിയ ആവശ്യത്തിലാണ്.
ജനാധിപത്യ വിശ്വാസികളെല്ലാം ചേർന്നുള്ള ഒരു പ്രവർത്തനം നടത്തിയിട്ടുള്ളത്. അതാണ് വലിയൊരു വിജയ പ്രതീക്ഷയിൽ തന്നെയാണ്. കോർപ്പറേഷനിലേക്ക് കോൺഗ്രസിന്റെ ഭരണം തിരിച്ചു വരുമെന്ന് പ്രതീക്ഷയുണ്ട്. തീർച്ചയായിട്ടും തിരിച്ചു വരും. അഴിമതി നിറഞ്ഞ ഭരണത്തിനെതിരെയുള്ള ജനവികാരം തീർച്ചയായിട്ടും ഉണ്ട്. കൊച്ചിൻ കോർപ്പറേഷനിലെ UDFന്റെ ഭരണ സംവിധാനം തീർച്ചയായിട്ടും തിരിച്ചു വരും. ഈ കൊട്ടിക്കലാശം ഇനി വളരെ കുറച്ച് സമയം മാത്രമാണ് ഈ അവസാനവട്ട പ്രചാരണം ഉള്ളത്. അപ്പോൾ എങ്ങനെയാണ് ഇവിടുത്തെ പ്ലാൻ? MP അടക്കം എത്തുമെന്ന് കേൾക്കുന്നു. MP ജില്ലാ പ്രസിഡന്റ് കൂടെ എത്തിച്ചേരുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ തയ്യാറെടുപ്പിൽ ഞങ്ങളെല്ലാം വലിയ പ്രതീക്ഷയിലാണ് ഈ മുന്നണിയിലൊക്കെ ഉള്ളത്. കോൺഗ്രസിന്റെ 22ാം ഡിവിഷനിലെ സ്ഥാനാർത്ഥിയാണ് സംസാരിച്ചത്. ഇത് കോൺഗ്രസ്